പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും വയനാട് വിഷൻ ചാനലിൻ്റെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും മുഴുവൻ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മുരളി സംഗീതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മലയാളിയുടെ ഗൃഹാതുരതയുണർത്തുന്ന ദേശീയോത്സവം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഓണക്കാലത്ത് ഒരുപാട് പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട്, പ്രോഗ്രാമുകൾ നമ്മൾ കാണുന്നുണ്ട്. സംഗീതവുമായി സമന്വയിപ്പിക്കാത്ത ഒരു പ്രോഗ്രാമുകളും ഉണ്ടാവാറില്ല. കാരണം സംഗീതം എന്നത് മനുഷ്യൻ്റെ ജീവിതം തുടങ്ങിയ കാലം മുതൽ അവനെ അനുഗമിക്കുന്നതാണ്. അത് തലമുറകൾ എത്ര കഴിഞ്ഞാലും സംഗീതമില്ലാത്തൊരു ജീവിതം മനുഷ്യനുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ ഓണ ദിവസം നമ്മൾ ആസ്വദിക്കുന്നത് മുരളി സംഗീതമാണ്. കാറ്റിൽ ചൂളം വിളിച്ചാടുന്ന മുളന്തണ്ടിനെ മുരളികയാക്കി മാറ്റുന്ന മഹാവിസ്മയമാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത്. അതിൻ്റെ നാദമാധുര്യം എത്ര ആസ്വദിച്ചാലും നമുക്ക് മതിയാവില്ല. കൃഷ്ണനെ നമ്മളെപ്പോഴും വിചാരിച്ചാലും അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളിലേക്ക് പോയാലും അദ്ദേഹത്തിൻ്റെ സംഗീത വിസ്മയം എന്ന് പറയുന്നത് മുരളികയാണ്. അപ്പോൾ ആ ഓടക്കുഴൽ സംഗീതത്തെയാണ് നമ്മൾ ഇന്നത്തെ ഈ മുരളി സംഗീതം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ ആസ്വദിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് പുതു തലമുറകളിലേക്ക് കൂടി ഈ സംഗീതത്തിൻ്റെ മാഹാത്മ്യം എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പുതുതലമുറയിൽപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളാണ് നമ്മളോടൊപ്പം ഈ ഓടക്കുഴലിൻ്റെ സംഗീതം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാദ തരംഗിണി മ്യൂസിക് ബാൻഡ് മാനന്തവാടിയാണ് ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി ഇന്ന് ഈ ഓണ ദിവസം നിങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് സമർപ്പിക്കുന്നത്. കേട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന നമ്മുടെ നാവിൻ തുമ്പിലൊക്കെ തത്തിക്കളിക്കുന്ന ഓണപ്പാട്ടുകൾ. ഏത് ഓണക്കാലം വന്നാലും പുതിയതായി ഒരു തവണ മാത്രം കേട്ട് മറന്നു പോകുന്ന പാട്ടുകളേക്കാൾ കൂടുതൽ എല്ലാ കാലവും നാവിൻ തുമ്പിൽ ഇങ്ങനെ തത്തിക്കളിക്കുന്ന പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച പ്രതിഭാധനരായ ഗാനരചയിതാക്കളെയും സംഗീത സംവിധായകരെയും അതുപോലെ ആലാപന സൗകുമാര്യം തീർത്ത് നമ്മുടെയൊക്കെ മനസ്സിനുള്ളിൽ കയറിക്കൂടിയ ഗായകന്മാരെയും എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു മുരളി സംഗീതം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആദ്യം ഓണമെന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പാട്ട് പൂവിളി പൂവിളി പൊന്നോണമായി എന്ന ഗാനമാണ്. ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പിറവിയെടുത്തൊരു ഗാനമാണ്. അത് 1971 വിഷുക്കണി എന്ന ചിത്രത്തിലൂടെയാണ് ഈ പാട്ട് വരുന്നത്. പ്രേം നസീറും വിധുബാലയൊക്കെ അഭിനയിച്ച് ഹിറ്റാക്കിയ ഒരു ചിത്രവും കൂടിയായിരുന്നു. അതിനേക്കാളൊക്കെ വലിയ പ്രാധാന്യം അന്ന് എഴുത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു വരുന്ന രചനയിലേക്ക് കടന്നു വരുന്ന ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന പ്രതിഭാധനനായ എഴുത്തുകാരന്. പിന്നീട് അദ്ദേഹം മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ ഒരു ഹിറ്റ് ഗാനങ്ങളുടെ രചയിതാവായിട്ട് മാറി എന്നുള്ളത് ഒരു സത്യം. പക്ഷെ അന്ന് ഈ പൂവിളി എന്ന് പറയുന്ന ഗാനം ആദ്യമായി അദ്ദേഹം വരുമ്പോൾ സലീൽ ചൗധരിയാണ്, സലീൽ ദായാണ് അന്ന് അതിന് സംഗീതം നൽകിയത്. അപ്പോൾ അദ്ദേഹം ആ പാട്ട് സംഗീത സംവിധാനം ചെയ്യാൻ വരുമ്പോൾ ആരാണ് ഈ പാട്ട് എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞു പുതിയൊരു എഴുത്തുകാരനാണ് ശ്രീകുമാരൻ തമ്പി. അന്ന് അതിൻ്റെ സംവിധായകനായ ശശികുമാർ പറഞ്ഞു അത് വേണ്ട, ONV മതി. ONV കുറുപ്പ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട എക്കാലത്തെയും ഹിറ്റ് മേക്കറിൽ ഒരാളാണ് ONV കുറുപ്പ് മാഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് മതി, അതാണ് ഞാൻ സംഗീതം നൽകൂ എന്ന് പറഞ്ഞപ്പോൾ ശശികുമാർ കുറേ പറഞ്ഞതിന് ശേഷമാണ് ശ്രീകുമാരൻ തമ്പിയെ കൊണ്ട് എഴുതിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പാട്ട് എഴുതി, അതിന് സലീൽദാസ് സംഗീതം നൽകി. അത് ആ പാട്ട് എഴുതി ഇദ്ദേഹം സംഗീതം നൽകിയ ആ പാട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും സലീൽദായുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനരചയിതാക്കളിൽ ഒരാളായിട്ട് ശ്രീകുമാരൻ തമ്പി മാറി. പിന്നീട് അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അന്ന് ശ്രീകുമാരൻ തമ്പി തുടങ്ങി വെച്ച ആ ഓണപ്പാട്ടുകളുടെ സൗന്ദര്യം, ആ പൂവിളി എന്ന് പറയുന്ന പാട്ടിൻ്റെ സൗന്ദര്യം ഇന്നും നമ്മളിങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാൽ, ഏത് തലമുറകൾ കഴിഞ്ഞാലും, ഇനി ജൻസിയൊക്കെ മാറി വന്നാലും ഈ പാട്ടിന് മാറ്റം ഉണ്ടാവില്ല. പൂവിളി പൂവിളി പൊന്നോണമായി എന്ന ഗാനം നമുക്ക് ആനന്ദ് സമ്മാനിക്കും ഓടക്കുഴലിലൂടെ. അപ്പോൾ അതിൻ്റെ മാധുര്യം എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും മുരളി സംഗീതത്തിലേക്ക്.
അപ്പോൾ ആദ്യത്തെ ഒരു പാട്ട് നമ്മൾ കേട്ടു, പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ളത്. ആ പൂവിളിയുടെ മാധുര്യം നമ്മളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ആ പാട്ട് ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഓണത്തിൻ്റെ ഒരു താളമുണ്ട്. ആ താളം കൃത്യമായിട്ട് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒഴുകി വന്നിരുന്ന ഒരു സംഗീതത്തിന് പ്രത്യേകമായൊരു താളം നൽകിയ പാട്ടാണ് പറനിറയെ പൊന്നിളക്കാൻ എന്ന് തുടങ്ങുന്ന. അതായത് നമ്മൾ എത്രത്തോളം നമ്മുടെ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ ഓരോ ഉത്സവങ്ങളും എന്നുള്ളത്. അപ്പോൾ ഓണാഘോഷത്തിന് ആ ഒരു പ്രത്യേക താളം വന്നത് ഈ ഒരു ഗാനത്തിലൂടെയാണ്. ഈ ഗാനത്തിന് രചന നിർവഹിച്ചത് നിരവധി ഗാനങ്ങൾ, പദസമ്പത്തിന് വലിയ കാഠിന്യം കൊടുക്കാതെ വളരെ ലളിതമായി മലയാളിക്ക് മലയാള ഗാനങ്ങൾ സമ്മാനിച്ച ഗിരീഷ് പുത്തഞ്ചേരി എന്ന പ്രതിഭാധനനായ എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം മലയാളിയുടെ മനസ്സിൽ എന്നും എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കുന്ന ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച ഒരു സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. തിരുവോണ കൈനീട്ടം എന്നുള്ള ഒരു ചിത്രത്തിലൂടെയാണ്, അല്ലെങ്കിൽ അതുപോലെ ഒരു ആൽബത്തിലൂടെയാണ് ഈ പാട്ട് പുറത്തിറങ്ങുന്നത്, പറനിറയെ പൊന്നളക്കാൻ. അപ്പോൾ ആ ഒരു ഗാനവും നമുക്ക് ഇന്നത്തെ സ്പെഷ്യാലിറ്റി, മുരളി സംഗീതത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓടക്കുഴലിലൂടെ ഈ പാട്ടുകളൊക്കെ കേൾക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആനന്ദ് വീണ്ടും ഈ ഒരു പാട്ട് ഓടക്കുഴലിലൂടെ നമുക്ക് നൽകുകയാണ്. ഓക്കെ.
അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു ഗാനം കേട്ടു അല്ലേ, പറ നിറയെ പൊന്നളക്കും എന്ന് പറയുന്ന ഗാനം. ഏറ്റവും മധുര മനോഹരമായിട്ട് ഒരു ഓണപ്പാട്ടുകൾ പോലും നമുക്ക് പിന്നീട് കേട്ടാൽ എത്ര വർഷങ്ങൾ ഓണം വന്നിട്ടുണ്ടോ ഈ പാട്ടുകളൊക്കെ എത്ര കേട്ടാലും മതി വരില്ല. ഇനി എത്ര കാലം കഴിഞ്ഞാൽ ഈ പാട്ടുകൾ നിലനിൽക്കുകയും ചെയ്യും. അതിൻ്റെ വരികളുടെ ഒരു സൗന്ദര്യം മാത്രമല്ല, നമ്മുടെ ഗ്രാമീണതയെ, നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യത്തെ, സൗരഭ്യത്തെ, സൗകുമാര്യത്തെയൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് രചനകളിലൂടെ തൂലികത്തുമ്പിലൂടെ ചാലിച്ചെഴുതിയിട്ടാണ് ഓരോ കവികളും നമുക്ക് ഇത്തരം പാട്ടുകളൊക്കെ നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ കേൾക്കുന്ന പാട്ട് ഓണപ്പൂവേ എന്ന് തുടങ്ങുന്ന, ഓമൽ പൂവേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം മറക്കുമോ? എനിക്ക് തോന്നുന്നു ഈ പാട്ടിന് അനുയോജ്യമായ ഒരു സിനിമ പേരുകൂടിയാണെന്ന് തോന്നുന്നു. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലേതാണ്. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീകുമാരൻ തമ്പി ഗാനരചന നടത്താൻ വേണ്ടി വരുമ്പോൾ ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പുതിയൊരു ആൾ വേണ്ട, ONV മതിയെന്ന്. അപ്പോൾ ഈ പാട്ടുകൾ കൊണ്ടൊക്കെയാണ് സലീൽദ അന്ന് അങ്ങനെ ചിന്തിക്കാൻ തന്നെ കാരണം. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ ഓണപ്പൂവേ ഓമൽ പൂവേ എന്ന് പറയുന്ന ഗാനം എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. അതിന് സംഗീതം പകർന്നത് സലീൽദ. പാടിയത് ഇനി എത്ര നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും യുഗയുഗാന്തരങ്ങളോളം അനശ്വരമായി നിലനിൽക്കുന്ന ഗന്ധർവ സംഗീതം നമ്മുടെ സ്വന്തം ദാസേട്ടൻ. അപ്പോൾ ഈ ഗാനം നമുക്ക് ആനന്ദ് നൽകും അല്ലേ? ആ പാട്ടിലേക്ക് പോവാം. ശരി. ഇപ്പം നാദതരംഗിണിയുടെ പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതും മനോഹരമായ ഓടക്കുഴലിൻ്റെ സുന്ദര ശബ്ദത്തിൽ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ കേട്ട പാട്ടും ഈ പറയുന്നത് പോലെ തിരുവോണത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു നിലാവാണ് അല്ലേ ഈ ഒരു ഗാനമെന്ന് പറയുന്നത്. തിരുവോണത്തിൻ്റെ മനോഹാരിതയാണ് ഇപ്പോൾ പാടിയ പാട്ടിനുള്ളത്. ഇനിയിപ്പോൾ അടുത്ത പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഓടക്കുഴലിൻ്റെ വിസ്മയം വിരിയിച്ച ഒരുപാട് കലാകാരന്മാരുണ്ട് കേരളത്തിൽ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനോടൊപ്പം വരെ വേദി പങ്കിടുകയും അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രേഷനിൽ ഈ ഓടക്കുഴലിൻ്റെ മനോഹരമായ ശബ്ദം നൽകുകയും ചെയ്ത പ്രഗത്ഭനായ ഒരു കലാകാരൻ വയനാട്ടിലുണ്ട്. പലർക്കും അത്രത്തോളം സുപരിചിതമല്ല. കാരണം ജയരാജ് മാഷ്, ഞാനൊക്കെ ജയരാജേട്ടാന്ന് വിളിക്കുക. അപ്പോൾ ജയരാജൻ മാഷ് ഒരിക്കലും
ഇങ്ങനെ ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് വന്ന് പരിചയപ്പെടുത്താനോ നിൽക്കാറില്ല. നമ്മുടെ കലോത്സവ വേദികളിലൊക്കെ അദ്ദേഹം വരാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ 2 മക്കളും വളരെ പ്രശസ്തരാണ്. ജില്ലാ അതുപോലെ സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ വലിയ വിജയം കൈവരിച്ചിട്ടുള്ള ആളാണ്. അതിലൊരാളാണ് ഇപ്പം നമുക്ക് ഈ മുരളികയുടെ വിസ്മയം നൽകിയ ആനന്ദ് അല്ലേ. ഓക്കെ, ആനന്ദ് നമ്മുടെ ഒരു ജ്യേഷ്ഠനും കൂടി ഉണ്ടല്ലോ അല്ലേ. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ആദർശ്. അപ്പോൾ ആദർശും ആനന്ദും എപ്പോഴും നമ്മുടെ പവലിയനിൽ കേരള സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് വരാറുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇവർ അത്രത്തോളം ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവർക്ക് ബേസ്മെൻറ്റ് നൽകിയത്, അവർക്ക് അടിത്തറ നൽകിയത്, സംഗീതത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള പാഠം നൽകിയത് അവരുടെ അച്ഛൻ തന്നെയാണ്. ഈ ഓടക്കുഴലിൻ്റെ മാധുര്യവുമായി എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജയരാജ് മാസ്റ്റർ. അപ്പോൾ നമ്മുടെ സ്വന്തം ജയരാജേട്ട എന്താ വിശേഷം? സുഖമാണോ? സുഖം തന്നെ. എന്താണ് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ വർഷത്തെ ഓണത്തിൻ്റെ വിശേഷം? എനിക്കുള്ള വിശേഷം ഇത് തന്നെയാണ്. നാദതരംഗിണി എന്നുള്ള കുട്ടികളുടെ ഒരു ബാൻഡ് ഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഉള്ള വിശേഷം. ഞാൻ ഇത്രത്തോളം പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു താങ്കളോടൊപ്പം തന്നെ കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ആനന്ദ്, ആദർശമൊക്കെ എത്തുമെന്നാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അവരുടെ പഠനമൊക്കെ എങ്ങനെയാണ്? അവരുടെ പഠനം ഒരാൾ ഇപ്പോൾ MGMൽ ഇവരുടെ കൂടെ എല്ലാവരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂത്ത ആൾ ആദർശ് രാജ്, അവൻ ദേവഗിരി കോളേജിൽ 3rd ഇയർ മാത്തമാറ്റിക്സിന് പഠിക്കുന്നു. നമ്മുടെ നാദതരംഗിണിയിലെ കുട്ടികളെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇവർ, എനിക്ക് തോന്നുന്നു, ഇത്ര മനോഹരമായ പാട്ട് എത്രയോ പ്രതിഭാധനരായ ആളുകൾ കുറിച്ച് വെച്ച, അല്ലെങ്കിൽ മലയാളിയുടെ സംഗീതത്തിലേക്ക് ചേർത്ത് വെച്ച ഗാനങ്ങൾ അതേ ഭംഗിയോടെ അവതരിപ്പിക്കാനുള്ള ഇവരുടെ ഒരു ശ്രമം, അത് എങ്ങനെയാണ് ജയരാജേട്ടൻ വിലയിരുത്തുന്നത്? വളരെ നല്ലൊരു അറ്റംപ്റ്റായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി എല്ലാവർക്കും ഇഷ്ടമാണ്. അടിപൊളി ബീജിയൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടമാണ് ഇതേപോലെയുള്ള മെലഡിക് ആയിട്ടുള്ള പാട്ടുകളും ഇവർക്ക് നല്ല ഇഷ്ടമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ കഴിഞ്ഞ സീസണിൽ നല്ല ഒരു 5-8 പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പാട്ടുകൾ റാഷിക്കൊക്കെ കേട്ടിട്ടുണ്ടാവും. കാവിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള മേരെ ഡോലിന പോലെയുള്ള നല്ല നല്ല പാട്ടുകൾ. ഇവർ മൃദംഗവും തബലയും ഫ്ലൂട്ടും കീബോർഡും കമ്പോസറുമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതെല്ലാം ലൈവാണ്, ഒന്നും ഫീഡായിട്ട് കൊടുക്കുന്നില്ല. അവർ കോഡ്സ് അക്കമ്പൈനായിട്ട് ഈ 2 തബലയ്ക്കും ഫ്ലൂട്ടിനും അക്കമ്പൈനായിട്ട് കമ്പോസറും കീബോർഡും യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് പാട്ടുകൾ പോകുന്നത്. ഓക്കെ, ദാസേട്ടൻ്റെ കൂടെയൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ദാസേട്ടൻ്റെ കൂടെ ഞാൻ ഫ്ലൂട്ടും വായിച്ചിട്ടുണ്ട്. ആക്ച്വലി ആ ട്രൂപ്പിൽ ഡ്രമ്മറായിരുന്നു. അപ്പോൾ ഡ്രമ്മാണ് കൂടുതൽ 1-2 പാട്ടുകൾക്ക് ഞങ്ങൾക്ക് വായിക്കാൻ അവസരം കിട്ടിയത്. പിന്നെ ഒരു പാട്ടിന് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള പാട്ടായിരുന്നു പാടിയത്. അതിൽ ഫ്ലൂട്ട് ഒരു ലെയർ മുത്തുവിൻ്റെ കൂടെ അതിൻ്റെ ബേസ് ലെയർ വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അച്ഛനും പാപ്പയും എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഗാനമാണ്. അതെ, അദ്ദേഹം അതാണല്ലോ കൃത്യമായിട്ട് പാടുക. അങ്ങനെ ഞങ്ങളുടെ ബാൻഡിൽ ഒരു SRVC എന്നുള്ള ബാൻഡ് ഉണ്ടായിരുന്നു. അതിൽ വന്നപ്പോൾ ആ പാട്ടായിരുന്നു പാടിയത്. അതിൻ്റെ കൂടെ വായിക്കാനുള്ള അവസരം, ഇതൊരു ഭയങ്കര അവസരമായിട്ടാണ് ആ ബാൻഡ് പോയത് ഞാൻ കരുതുന്നത്. ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വായിക്കാനുള്ള അവസരം എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഉഷാ ഉതുപ്പ്, P. ജയചന്ദ്രൻ സാറ്, അതുപോലെ ദാസേട്ടൻ, ചിത്ര ചേച്ചി, അങ്ങനെ ഇവരോടൊപ്പം ഒക്കെ ഈ ഒരു സംഗീത വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സ്വന്തം വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരവും അഭിമാനാർഹവുമായ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് നമ്മുടെ ആൻസൺ അല്ലേ, കീബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻസൺ ആണ് അല്ലേ? ആൻസൺ കീബോർഡ് കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ആൻസൺ? എൻ്റെ അടുത്ത് കിട്ടിയിട്ട് ഇവർ കഴിഞ്ഞ വർഷമാണ് എൻ്റെ അടുത്ത് ഈ പാട്ടിന് വേണ്ടിയിട്ട് കിട്ടിയത്. അവൻ പ്രിയരാഗത്തിൽ പഠിക്കുന്നുണ്ട്. വിനോദ് മാഷ് അടുത്താണ് പഠിക്കുന്നത്. ഓക്കെ, അടുത്ത തബല ചെയ്യുന്നത് നമ്മുടെ സ്വന്തം തബല ചെയ്യുന്നത് ഗംഗേഷ്. തബലയും മൃദംഗവും അല്ലേ, രണ്ടും കൈകാര്യം ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഗുരു എന്ന് പറയുന്നത് ഗംഗാധരൻ മാഷാണ്, കൂത്തുപറമ്പ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഞങ്ങളുടെ മാനേജറായിട്ട് ഞങ്ങളുടെ കൂടെ ഇന്നും ഉണ്ട്. എന്നും അദ്ദേഹമാണ് ഈ ഒരു ട്രൂപ്പ് തുടങ്ങാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചതെന്ന് പറയാം. പ്രചോദനം അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട്, വലിയ സപ്പോർട്ടാണ്. ആനന്ദ് പിന്നെ ഓൾറെഡി നമ്മുടെ കൂടെ ഉണ്ട്, ഏത് സമയത്തും അവൈലബിൾ ആണ്. അതെ. പിന്നെ അടുത്തയാള് നമ്മുടെ റിതം കൈകാര്യം ചെയ്തിട്ടുള്ള ഏബൽ ഫിലിപ്പ് എന്ന് പറയും. നമ്മുടെ ജോമാനച്ചൻ്റെ മകനാണ്, കമന. അയാൾ നല്ല ടൈമിംഗ് ഒക്കെ ഉള്ള ആളാണ്. ഇവരുടെ കൂടെ
തന്നെ വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ താങ്ക് യു ജയരാജേട്ടാ. നമ്മൾ ഇനി ബാക്കി 2 പാട്ടുകൾ കൂടി നമുക്ക് കേൾക്കാം. ഓണപ്പാട്ടിൻ്റെ ഒരു സൗന്ദര്യവും സൗരഭ്യവുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഓണക്കാലത്ത് അതിങ്ങനെ എവിടെയാണെങ്കിലും അന്തരീക്ഷത്തിൽ അതിൻ്റെ ഒരു അലയൊലികൾ എപ്പോഴും ഉണ്ടാവും. ഓണപ്പൂവേ, പൂവിളി എന്ന് തുടങ്ങിയ പാട്ടുകളൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിച്ചു കൊണ്ടേയിരിക്കും. അതിനോടൊപ്പമാണ് വയനാട് വിഷൻ നിങ്ങളിലേക്ക് ഈ ഒരു മുരളി സംഗീതം എന്ന മാധുര്യമൂറുന്ന സംഗീതത്തിൻ്റെ സൗരഭ്യവുമായി എത്തുന്നത്. ഈ പൂക്കൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഗീത സൗരഭ്യമാകട്ടെ. നമ്മുടെ മുറ്റങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന വിശാലമായ സൗന്ദര്യമുള്ള വിവിധ വർണ്ണങ്ങളുടെ സമന്വയം നടത്തുന്ന പൂക്കളങ്ങളെപ്പോലെ നമ്മുടെ മലയാളിയുടെ സംഗീതവും ഇതുപോലെ ഒരു സമന്വയ വേദി കൂടിയാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളെപ്പോലെ തന്നെ വിവിധ ഗാനങ്ങളുടെ സൗന്ദര്യമുള്ള ഏറ്റവും മനോഹരമായ ഒരു ഓണക്കാലമാവട്ടെ നമുക്കെല്ലാവർക്കും. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉത്രാടപ്പൂനിലാവേ വാ എന്ന രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതമാണ്, ദാസേട്ടൻ്റെ ആലാപനമാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലേ ആനന്ദ്?
അപ്പോൾ ഉത്രാട പൂനിലാവേ വാ എന്ന ഗാനമാണ് നമ്മൾ കേട്ടത്. നേരത്തെ പറഞ്ഞ പോലെ ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഒരു പാട്ടിൻ്റെ രചനയും. എത്ര ഭംഗിയിലാണ് നമുക്ക് ഈ പാട്ടുകളൊക്കെ നൽകിയിട്ടുള്ളത് അല്ലേ. മലയാളിത്തമുള്ള ഗ്രാമീണ തനിമയുള്ള മലയാള വാക്കുകളുടെ ഭംഗി മലയാള ഗാനങ്ങളിലേക്ക് ആവാഹിച്ചു കൊണ്ടുള്ള ഗാനങ്ങളാണ് എല്ലാം. അത്ര ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. രവീന്ദ്ര മാഷായിരുന്നു സംഗീതം. ഇനിയിപ്പോൾ അടുത്ത പാട്ട് കേൾക്കുന്നത് ഓണം വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ കേരളീയരൊക്കെ ഉണരുന്നത് ഉത്രാടപ്പാച്ചിലാണ് അല്ലേ. അപ്പോൾ ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയായി എന്നതാണ് അടുത്ത ഗാനം. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് കേൾക്കുന്ന അല്ലെങ്കിൽ ഓണം വരുന്നതിന് മുമ്പ് മലയാളികൾ ഒരു ഉത്രാടപ്പാച്ചിലാണ്. പലവിധ സാധനങ്ങൾ ഒപ്പിക്കാനും അതെല്ലാം കൊണ്ടുവരാനും അതെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഓണം ആഘോഷിക്കാനുള്ള ഏറ്റവും അവസാന തയ്യാറെടുപ്പ്. അതിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിനെക്കുറിച്ചും ഗാനങ്ങളുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇതുപോലെ മലയാളിക്ക് ഗാനങ്ങൾ നൽകിയിട്ടുള്ള ആളുകളാണ്. നമ്മുടെ ജീവിതവുമായി നമ്മുടെ വിചാരവും വികാരവും പ്രണയവും നൊമ്പരവും വേർപാടും സന്തോഷവും എല്ലാം ഗാനങ്ങളിലൂടെ നൽകി. പിന്നെ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ നൽകിയിട്ടുള്ള ഗാനങ്ങളാണ് എല്ലാം ഈ ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ശ്രീകുമാരൻ തമ്പി തന്നെ രചന നിർവഹിച്ച ഒരുപാട് ഗാനങ്ങളുണ്ട്. അപ്പോൾ അടുത്ത ഗാനം വരുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഗാനമാണ്. ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത് സണ്ണി സ്റ്റീഫനാണ്. ദാസേട്ടൻ പാടിയ ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയായി. ഈ പാട്ടാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ നാദതരംഗിണിയുടെ ഈ ഇന്നത്തെ പ്രോഗ്രാമിലെ ലാസ്റ്റ് ഗാനമാണ് ഓടക്കുഴലിലൂടെ ആനന്ദ് നമുക്ക് നൽകാൻ പോകുന്നത്. അപ്പം നാദതരംഗിണി എന്ന് പറയുന്ന ഈ ഒരു ബാൻഡ് നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം, നിങ്ങളുടെ പ്രോഗ്രാമുകൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളിലേക്ക് ഒരുപാട് പാട്ടുകൾ അവർ അവതരിപ്പിക്കും. ഇപ്പം ഓണത്തിനൊരു സ്പെഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇങ്ങനെ അല്ലേ, അങ്ങനെയല്ലേ ആനന്ദേ? അപ്പോൾ ഓണപ്പാട്ടുകൾ മാത്രമായിട്ട് നമുക്ക് സമ്മാനിക്കുന്നത്, അല്ലാത്ത വലിയ വേദികളിലൊക്കെ എത്തിപ്പെടുന്ന പ്രതിഭാധനരായ ആളുകളാണ്. ഇവരുടെ ഗുരുക്കന്മാരൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ്, നമ്മുടെ ജയരാജൻ മാഷ പോലെയുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ടിലേക്കാണ് ഉത്രാട പൂവിളിയിൽ കേരളമുണരുകയായി.
വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു മ്യൂസിക് ബാൻഡായിട്ടുള്ള നാദതരംഗിണിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞങ്ങളെ ഓണാഘോഷ പരിപാടിക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വയനാട് വിഷൻ പ്രത്യേകിച്ചൊരു മ്യൂസിക് മൊമെൻ്റ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ള വയനാട് വിഷന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയം തുറന്ന ഓണാശംസകൾ നേരുകയാണ്. താങ്ക് യു ജയരാജേട്ട. അപ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടവരാണ്. കാരണം വയനാട് വിഷൻ എന്നും നമ്മൾ ഇതുപോലെ പുതിയതായി സംഗീത രംഗത്തേക്കും അതുപോലെ വിവിധ മേഖലകളിലേക്കും കടന്നു വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്കത് പ്രോത്സാഹനത്തിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഈ ഓണത്തിന് മുരളികയിലൂടെ ഒരു സംഗീതം കേൾക്കാൻ ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ സാധാരണ വായ്പാട്ടുകളായിട്ട് കേൾക്കുന്ന പാട്ടുകൾ ഈ ഒരു മധുരതരമായ ഉപകരണത്തിലൂടെ കേൾക്കാൻ സാധിച്ചു. അതിനുള്ള ഒരു സമയം നിങ്ങൾ ഞങ്ങൾക്ക് നൽകി എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഈ ഓണക്കാലവും പതിവ് പോലെ തന്നെ നമ്മൾ എന്നും പറയുന്നത് പോലെ സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും സഹിഷ്ണുതയുടെയും ഒക്കെ നിറവാർന്ന ഒരു ഓണമായിട്ട് മാറട്ടെ. ലോകത്തെമ്പാടുമുള്ള മലയാളി സമൂഹം അവരുടെ ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച യാത്രകൾക്കിടയിൽ അല്പസമയം ഗൃഹാതുരതയുണർത്തുന്ന വേളകളിലേക്ക് കടന്നു പോകുന്നത് ഓണക്കാലത്താണ്. അപ്പോൾ ഓണക്കാലം എത്ര സൗരഭ്യമുള്ളതാണ്, സൗന്ദര്യമുള്ളതാണ് എന്ന് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇനി ഏത് നാട്ടിലായാലും വിഷു വരും, വർഷം വരും, പിന്നെ ഓരോ പൂവിനും തളിരിടും കായ് വരും എന്നൊക്കെ പറയുന്നുണ്ട് കവിയിലെ. എന്നാലും നമ്മുടെ നാട്ടു നന്മ സമൃദ്ധിയാൽ ഭംഗിയാൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരം ഓണാഘോഷങ്ങൾ അതുപോലെ മറ്റ് മലയാളിത്തമുള്ള ആഘോഷങ്ങളിലൂടെയൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓണാഘോഷം. അപ്പോൾ ഈ ഓണാഘോഷത്തിന് നാദ തരംഗിണി മ്യൂസിക് ബാൻഡ് മാനന്തവാടി നമ്മളോടൊപ്പം മധുരതരങ്ങളായ ഒരുപാട് ഗാനങ്ങൾ നൽകി. എല്ലാവർക്കും നന്ദി. വയനാട് വിഷൻ്റെ വക സ്പെഷ്യലി നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് പ്രേക്ഷകർക്ക് വീണ്ടും ഒരു നല്ല നന്മ നിറഞ്ഞ കാലമാവട്ടെ. അതിജീവനത്തിൻ്റെയും അതുപോലെ അതിജീവന പോരാട്ടത്തിൻ്റെയും പാതയിലാണ് ഓരോ ആളുകളും. നമുക്കെല്ലാവർക്കും ചേർന്ന് പിന്തുണ നൽകാം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ദിവസങ്ങളുണ്ടാവട്ടെ. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീണ്ടും നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്കാണ് ഇനി പോകുന്നത്. നമസ്കാരം.